നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ചേച്ചി ആരെന്ന് മനസ്സിലായി കാണും, രേണു ചേച്ചി. രേണു സ്തുതിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവർ ഓരോ ദിവസം വീഡിയോ അങ്ങനെ ഇട്ട് തന്നോണ്ടിരിക്കുകയാണ്, റിയാക്ട് ചെയ്യാൻ. വേണ്ടെന്ന് വെച്ചാലും പിന്നെ വരും. എന്താ പിന്നെ അപ്പൊ രേണു ചേച്ചി ഇല്ലേ, രേണു ചേച്ചി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പിന്നെ ലോകത്ത് ഇതൊന്നും മാത്രമേ കാണൂ. ലോകത്തില് എണ്ണിയ 100-ൽ 1 ഇതേ ഉള്ളൂ. 100-ലില്ല, ഇതൊന്നും തന്നെ കാണും. കാരണം ഒരു ക്യാൻസർ വന്ന പേഷ്യന്റ്, അതായത് ഫസ്റ്റ് ഹീമോ ചെയ്താലും ഭയങ്കര ക്ഷീണവും ഭയങ്കര ഒരു അവസ്ഥയിലായിരിക്കും. പിന്നെ ഇത് ഹീമോ കഴിഞ്ഞിട്ട് 1.5 കിലോ ലിപ്സ്റ്റിക് ചുണ്ടില് ഒരു വിഗ്ഗും വച്ചിട്ട് വന്നിരിക്കുന്നു. കാരണം മുടി പൊഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കും, സാധാരണ ഹീമോ ചെയ്യുമ്പോ മുടി പൊഴിച്ചിലുണ്ട്. അതും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മുടി പക്ഷെ ഇവിടെ മുടി തൊഴിയില്ല. പിന്നെ അവര് പറയാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക, അവരെ ഉദ്ഘാടനത്തിന് വിളിക്കണമെന്ന്. ഈ അസുഖമുള്ള ഒരു വ്യക്തി പിന്നെ മാസ്ക് വയ്ക്കും, ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി. ഇവരെങ്ങനെ പുറത്തു പോകും? അതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ പുറത്തു പോകും? ഈ ലിപ്സ്റ്റിക് എന്തിനാണ് ഇടുന്നത്? ഇപ്പൊ മച്ചാനെ, ഇപ്പൊ നമ്മളിപ്പോ തല മുടിയുന്ന് ഇപ്പൊ ഞാൻ തന്നെ എന്റെ അതായത് ഒന്നും ഒരു ഇഷ്ടത്ത് പറയല്ല, ശകലം മുടിയെടുത്ത് എന്റെ ഈ കഷത്തിന്റെ ഇവിടെ വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചു പിച്ച് ഇങ്ങനെ കാണിച്ചു തരും. കണ്ടാ എന്റെ അലയത് ഇങ്ങനെ വലിച്ചു പിടിച്ച് എനിക്ക് എവിടെ പറിച്ച മുടിയെടുത്ത് കാണിച്ചത്? ഇല്ലല്ല, അത് ആദ്യം അവളെ തലമുടി വെട്ടിയല്ല, വെട്ടിയ മുടിയാണ് അവള് തലയിൽ ഇവിടെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ഷോ കാണിച്ചിട്ട് ഇങ്ങനെ കണ്ടാ എന്റെ മുടിയെന്ന്. അത് 1 പോയിന്റ്. രണ്ടാമത് ഇവള് 24 മണിക്കൂർ മിക്ക വീഡിയോയിൽ ഇത് അവളെ മറ്റേ നമ്മളന്ന് അല്ല പറയുമ്പോ എല്ലാം പറയണം മച്ചാനെ. നമ്മളിപ്പോ ഇത് കാണാത്ത ഒരു സംഭവം അല്ലല്ലോ നമ്മളിത്. എപ്പ നോക്കിയാൽ ഈ കൈ എടുത്ത് വെച്ചിട്ട് ഇത് കണ്ട ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. അത് കണ്ടു ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന നീ RCC പോയി നോക്കണം. ക്യാൻസർ ഉള്ള പേഷ്യന്റ് എന്താ ചെയ്യുന്നത്? അവിടെ നമുക്ക് കരഞ്ഞു പോകും. നിനക്കിത് നീ ഇതിപ്പോ കാണിക്കണ കണ്ടാത്തൊന്നും നിനക്ക് ഒരു അസുഖം ഇല്ലാത്ത പോലാണ് നിന്റെ റിയാക്ഷൻ. എപ്പം നോക്കില്ല അതെടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന വെച്ചാൽ നല്ല വേദന ആയിരിക്കും. അപ്പൊ ഇവക്ക് ചുമ്മാത് നമ്പർ അതാളിയാ ഒട്ടിച്ചേട്ട വെച്ചിരിക്കണോ? ഒട്ടിച്ചെന്തോ വെച്ചിരിക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ 24 അവിടെ ആയി പ്രേക്ഷകർ നിങ്ങൾ നമ്മളെ തെറ്റാണെങ്കിൽ നമ്മളെ തള്ളാക്കി വിളിച്ച് കൊല്ലി ഇല്ലേ? നമ്മളുള്ള കാര്യങ്ങൾ ആൾക്കാർ കുറച്ചുപേരുണ്ട് നമുക്ക് ബാക്ക് കമന്റ്. അത് നമുക്ക് വിഷയമല്ല. അത് വിഷയമല്ല. ഉള്ളത് നിങ്ങളെ മുഖത്ത് നോക്കി അങ്ങ് പറയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഇങ്ങനെ നിങ്ങൾ ഈ വീഡിയോ വീഡിയോ കാണുന്നുണ്ട് ഇങ്ങനെ അടിക്കണത്. ഇതെന്തിനാ അടിക്കുക? ഇതെന്തിന് മച്ചമ്പി പറഞ്ഞ എന്തിന് ഹാർമോണിയം ഇങ്ങനെ എടുത്തിട്ട് അടിക്കേ ഓടി വെച്ച്. സത്യം പറയല്ല മച്ചാനെ, ഇവളെന്തോ അടുത്തൊരു ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ഇവളെ നാടകീയ രംഗം എന്നാണ് നമുക്ക് തോന്നുന്നത്. ചുമ്മാ ഇരിക്കുന്ന കിച്ചുവിന്റെ നെഞ്ചത്ത് കയറി ഇവർക്കൊക്കെ അറിയാം. വേറെ വിഷയമില്ല. അതാണ് ചെയ്യേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അസുഖം ഭേദമായിട്ട് അതാണ് ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഇത് ഞാൻ മാത്രമല്ല ലോകമെമ്പാടും അത് ഞാൻ അറിയാന്നുള്ളത്. അത് പോയിട്ട് പക്ഷെ അതല്ല ഇവക്ക് ഇപ്പൊ ചിലപ്പോ അസൂയായിരിക്കും. കാര്യം നമ്മുടെ കിച്ചു ഉണ്ടല്ലോ, കിച്ചു ഇനിയിപ്പൊ സീസൺ 3-ലെ ഇപ്പൊ ബിഗ് ബോസിൽ കിച്ചു കയറാന്റെ ഒരു സ്ക്രീൻ എത്തി. കിച്ചു ബിഗ് ബോസ് കയറണം. ഇനി ബിഗ് ബോസിൽ കിച്ചു കയറി കഴിഞ്ഞാൽ ചിലപ്പോ ഇവക്ക് ചാൻസ് കിട്ടൂലല്ലോ. അപ്പൊ ഇവക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ കാണുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ഇവക്ക് ഏണുസുതിക്ക് ബിഗ് ബോസിൽ കയറണം. അന്ന് പറഞ്ഞോലെ സൂചേട്ടാ ഞാൻ ബിഗ് ബോസിൽ വന്നേ. ഈ ഡയലോഗ് പറഞ്ഞവളാണ് സൂചേട്ടന്റെ ഒരു വർഷം മരിച്ച് 1 വർഷം ചടങ്ങുള്ള സുധി മരിച്ച് 1 വർഷത്തിന്റെ ചടങ്ങുണ്ടല്ലോ വീട്ടില്. അന്ന് സൂചേട്ടന്റെ ഫോട്ടോയില് മറ്റേ ആരോട്ട് തിരികളും കത്തിച്ചിട്ട് കാണണവന്മാരെ വീട്ടിൽ കൊണ്ടിട്ട് അവള് കെട്ടിപ്പിടുത്തോണ്ട് ഡാൻസ് കളിയായിരുന്നു. അലങ്കോസ് പെരയൊക്കെ കൊണ്ടിട്ട് ഡാൻസ് കളി. അങ്ങനെയുള്ള എവളാണ് സൂചേട്ട. എപ്പം നോക്കിയാലും ജോയിച്ചേട്ട. പിന്നെ ഒരു സമാധാനം ഉള്ളത് എന്തൊക്കെ ചെയ്താലും സുധിച്ചേട്ടന് വേണ്ടി ഓർക്കുമ്പോൾ ഇല്ലേ? അപ്പൊ സുദീപ് നമ്മളെ ഒരു കൂട്ടുകാരനാണ് മച്ചമ്പി. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അവന്റേതായ നല്ലൊരു വ്യക്തിയാണ്. അവൻ ഇരിക്കും കാലം വരെ ഇവള് നല്ല രീതിയിൽ പോയി. അതിനുശേഷമാണ് ഈ ഗോപ്ര ഇവളെന്തേ മച്ചമ്പി കാണും. രേണു നീ നല്ല നല്ല വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത് ഒരുമാതിരി കോപ്രായി തന്നെയല്ലേ കാണിക്കുന്നത് ഈ അസുഖത്തിൽ കിടക്കുക. ഇവളെ സപ്പോർട്ട് ചെയ്യണ കുറെ കോഴികളെ സപ്പോർട്ട് ചെയ്യണുള്ളൂ. ഇത് ജനങ്ങളിപ്പോ വെറുത്ത് ഇവളെ കൊണ്ട്. കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഞാൻ പ്രേക്ഷകർ നിങ്ങൾ എന്റെ അടുത്ത് ഒന്നും വേണ്ട. ഒറ്റ ചോദ്യം, നിങ്ങൾ ഈ നമ്മള്
ഒരു വീഡിയോ ചെയ്തിടുമ്പോൾ നിങ്ങൾ നമുക്കൊരു ബാക്ക് കമന്റ് തരുന്നുണ്ട്, ഇല്ലെന്ന് പറയല്ലേ. നമ്മളെയൊക്കെ അമ്മയ്ക്ക് വിളിച്ചും സ്വന്തം നമ്മളെ ഭാര്യമാരെ വരെ വിളിച്ച് കൊണ്ടുവന്ന് വല്ലയിടം കൊടുറാ. പിന്നെ അതേപോലെ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാക്കുന്നത്, എന്റെ കുടുംബത്തിൽ നിറയെ പേർക്ക് ക്യാൻസർ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കി ആരും ഇതുപോലെ ഒന്ന് തുള്ളിച്ചാറുന്നില്ല. അപ്പൊ ഒരു കമന്റ് എന്ന് പറയാം, അവള് റീൽസ് ചെയ്ത ആളല്ല, അപ്പൊ അതുകൊണ്ട് ഇടുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്തിനാണ് റീൽസ്? ഇപ്പൊ റെസ്റ്റ് ആണ് വേണ്ടത്. അവർക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടിട്ട് റെസ്റ്റ് ചെയ്യുക. അവള് മാക്സിമം റെസ്റ്റ് എടുക്കുക. ഇത് ഓവറായിട്ട് മുടിയും വെച്ച് മറ്റേ ഇത് ലിപ്സ്റ്റിക് 1.5 കിലോ. അത് ഞാൻ പറയാനുണ്ട്. ഞാൻ പറട്ടെ, എന്റെ ഞാൻ പറയട്ടെ വെച്ചു അതിന് പറയാം. ഇപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ച, ഇപ്പൊ നിസ്സാര എന്റെ കുടുംബത്തിലും ക്യാൻസർ വന്ന് ഇല്ലെന്നല്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ ഒരു അണ്ണങ്കരം മരണപ്പെട്ടത്, കിളിയൂര് മരണപ്പെട്ടത്. അപ്പൊ എന്റെ ഒരു മാമനാണത്. അങ്ങനെ മറ്റേ പാർട്ടിയിലൊക്കെ ഉള്ള രാഷ്ട്രീയത്തിലുള്ള ആളാണ്, അറിയാല്ല. അപ്പൊ അങ്ങനെ നല്ല റെസ്റ്റ് എന്താ ക്യാൻസർ ഒന്ന് മരിച്ചു. അപ്പൊ നമ്മളും പല ക്യാൻസർ വ്യക്തികളെ അടുത്ത് ഇടപെട്ടും കണ്ടും കേട്ടും ഒക്കെയാണ് ഞങ്ങളും പോകുന്നത്. നിങ്ങളിപ്പോ അത് കുത്തി കാണിച്ചതല്ല. അപ്പൊ ഒരു ക്യാൻസർ ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്യാൻസർ രോഗം കൂടുതൽ നമുക്ക് ഡേഞ്ചർ ആയിട്ട് വരുന്നത് ലിപ്റ്റിക്കിലാണ്. ഇത് പോയിന്റ് ആണ്, കാരണം കെമിക്കലാണ്. ലിപ്റ്റിക്ക് കെമിക്കലാണല്ലേ. ഈ എവളിപ്പോ ഇട്ടിക്കണ ഇത് എവിടെ ചുണ്ടിൽ നോക്കിയാണ് ഒരു കാക്കിലെ ലിപ്റ്റിക് ഒരു എവളെടുത്തിട്ട്. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? ഇനി റിപ്ലൈ ആയിട്ട് പറയുവാണെങ്കിൽ കുങ്കുമ കാച്ചെന്ന് പറയും. കുങ്കുമ തേങ്ങ പറയടാ, അങ്ങനെ പറയടാ. ഇവളാണെങ്കിൽ അങ്ങനെ തിരിപ്പി. അത് ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് എനിക്ക് തോന്നുന്ന വിഡ്ഢികളല്ല. അവര് കാണുന്നുണ്ട് ഇവള് കുങ്കുമാണോ അത് ലിപ്റ്റിക് ആണോ. അത് ലിപ്റ്റിക് ഇവള് കാക്കിലെ ലിപ്റ്റിക് ഇവളെ ചുണ്ടിൽ വാരി ഇട്ടിക്കുന്ന എന്തിനാ? അപ്പൊ ഇവക്ക് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് എന്തോ ഒരു പ്രതീക്ഷയിലാണ് മച്ചാനെ ഇവള് പോണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് എങ്ങനെ ഇങ്ങനെ വെച്ച് എന്തോ ഒരു മുതലെടുപ്പുണ്ട്, എന്താ ഒരു അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സാധാരണപ്പെട്ടവന് എപ്പോഴെന്നും ഗൾഫിൽ പോകാനും പറക്കാനും ഒരു ചാൻസും ഇല്ല, ഒരു ഇതും ഇല്ല. ഇവക്ക് ഇവളെ എന്തോ ഒരു ഇവള് പെട്ട് ഇവളെ അതിലേക്ക് പൈസക്കാണ്. ഇവള് പള്ളിയിലെ അച്ഛനും എന്തോ റോൾ ഉണ്ടല്ലോ തോന്നുന്നു. പള്ളിയിലച്ഛന്റെ റോള് ഉറപ്പല്ലേ, അല്ലെങ്കിൽ മറുകണ്ടപ്പെട്ടത് അങ്ങനെ ചാടിയത് പള്ളി. അതാണ്. അപ്പൊ ഇവളെ പൊക്കേണ്ട എന്തോ ഒരു സീൻ എത്തിയപ്പോണ് ഇതേപോലെ ഒരു നാടകീയ രംഗം, ചെറിയ രീതിയിലുള്ള ക്യാൻസർ വന്നപ്പോ നാടകീയ രംഗം വെച്ച് ജനങ്ങളെ അണ്ണാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് നാടകീയ രംഗമാണ് നടന്നെന്നാണ് ഞങ്ങളെ ഒരു ഇത്. കാരണം എന്ന് വെച്ചാൽ ഇവള് നിരന്തരം ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ വരെയും പോവുകയൊക്കെ ചെയ്തപ്പോ ഒരുപാട് ഇതിലൊക്കെ വെച്ച് അവളെ കസ്റ്റമർ ചെക്കൊക്കെ ചെയ്ത് അതിലൊന്നും ഇവള് ചിക്കിയില്ല. അപ്പൊ എന്തോ വലിയൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ഇവക്ക് ഇവിടെ വലിയ ഇവിടെ രാഷ്ട്രീയ എംഎൽഎമാരെ ഇവിടെ പോണില്ല വെളിനാട്ടിൽ. അത് അല്ല, എത്ര പാവപ്പെട്ട കുടുംബങ്ങളിൽ ഇതുപോലെ അസുഖമായിട്ട് കിടക്കണം, ഒരു നിവൃത്തിയില്ലാതെ. അപ്പൊ എവിളിങ്ങനെയുള്ള പരിപാടി കഴിഞ്ഞാൽ ഇവക്ക് ഇപ്പൊ ഇതിന്റെ പേരും പറഞ്ഞ് ഗൾഫിലൊക്കെ പോകാൻ പറ്റും. ആരും ചോദിച്ചാൽ എനിക്ക് ചികിത്സയ്ക്കാണ് ഞാൻ പോണം, ഞാൻ ചികിത്സയ്ക്കാണ് പോണം, പോയിട്ട് വരാം. ഇത് ഓരോരുത്തർ സ്പോൺസറാണെന്ന് അങ്ങ് പറയും. മനസ്സിലായില്ലേ? എന്നെ ചികിത്സിക്കേണ്ട ഇവളെ സ്പോൺസർ ഇവളാര് സിനിമ നടിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിന്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവള് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. എന്തൊരു സമൂഹത്തിൽ ഞാൻ ഒറ്റ നിങ്ങൾ ബാക്ക് കമന്റ് ഇടുന്ന നമ്മളെ ബാക്ക് കമന്റ് ഇടുന്ന അവന്മാർക്ക് വേണ്ടിയാണ് ഇപ്പൊ ഞാൻ പറയണത്. ഇവള് സമൂഹത്തിന്റെ മുമ്പ് നല്ലൊരു മെസ്സേജ് എന്തിനാണ് തന്നിട്ടുള്ളത്? എനിക്ക് അതിനൊരു മറുപടി നിനക്കൊക്കെ തരാൻ പറ്റൂടാ. ഈ വേണു സുധിയെ സപ്പോർട്ട് ചെയ്യണം, യാവനായാലും യാവളായാലും ഇവള് സമൂഹത്തിന്റെ മുമ്പ് എന്തൊരു മെസ്സേജാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇവള് തന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ കൊച്ചു പായലുകൾക്ക് നമ്മളെ വളർന്നു വരും തലമുറകളെ മോശം രീതിയിൽ ഇല്ലാതാക്കേണ്ട മെസ്സേജ് ആണ് ഇവള് തരുന്നത്. ഇവള് കണ്ടവന്മാരുടെ കയറി ഇങ്ങനെ നടന്നും വയറും പൊക്കളും കച്ചവും കാണി ജില്ല ഇവള് നടക്കണം. അല്ലാതെ എന്തൊരു മെസ്സേജാണ് ഇവള് തന്നത്? ഈ നല്ല നമ്മളെ കേരളത്തില് ഇവളെ ഇത്രയ്ക്ക് കൊണ്ടാട എന്തിനാണ് ഇവിടെ നടന്നത്? ഒരു മൊബൈലിൽ കുറെ അമ്മമാരെ കൊണ്ടിട്ട് കള്ളിച്ചാപ്പിലും മറ്റേ അവിടെയും ഇവിടെയും കൊണ്ട് കെട്ടിപ്പിടുത്തു ഉമ്മം പിടുത്തു ചാടക്കോ അവന്റെ കുതിരയൊക്കെ കയറക്കോ. ഇതൊക്കെ അത് മാത്രമല്ല, ലോകത്ത് ഇവിടെ എല്ലാം കൊച്ചു പിള്ളേർ ബ്രൂട്ടലായിട്ട് ബലാത്സംഗം കൊല്ലണം. അതിനെ കുറിച്ച് എന്തെങ്കിലും റീൽ നിങ്ങൾ ചെയ്തൂടെ? അതിനെതിരായിട്ട് നീ ഒരു സ്ത്രീയല്ലേ? ഇതിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടൂടെ? എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇവളൊക്കെ ഏറ്റവും നല്ലൊരു മെസ്സേജ് നമ്മളെ കേരളത്തിൽ കൊടുക്കാൻ പറ്റും. എങ്ങനെയാ? ഇപ്പൊ ഓരോ കൊച്ചു പിള്ളേരൊക്കെ പീഡിപ്പിച്ചു അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം സെറ്റായിട്ട് നല്ല രീതിയിലൊക്കെ മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുക. നീ അല്ല ഇതുപോലെ കോപ്പറേറ്റ് കാണിക്കുന്നത്. എവക്ക് മാത്രമേ ഒരു ഈ ലോകത്തിന് ഈ നമ്മുടെ ഇന്ത്യയിൽ ഇവക്ക് മാത്രമേ ഇങ്ങനെ ഒരു അസുഖം ഉള്ളൂ. അതുമായിട്ട് കുറെ പേര് പറയുന്നത് ഇതിനാര് എന്നെ ഫോളോ ചെയ്ത് ഫോക്കസ് അവള് ഇടുന്ന വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ? നമ്മൾ വേണ്ടതൊക്കെ അവളായിട്ട് ഇട്ട് തരയില്ലേ റിയാക്ട് ചെയ്യാൻ? അതിനോട് അവൾക്ക് റീച്ച് ആവുകയല്ലേ? അവള് റീച്ച് ആവണം.
ഇതേപോലെ ഓരോരുത്തരുടെ പ്രതികരിക്കുമ്പോ റീച്ചാണ്. ഇത് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിലെതിരെ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഈ കാണിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കൂടെ സ്നേഹം ഉണ്ടായിരുന്നു, അതുകൂടെ പോയി. അത് പോയി പോയി മനസ്സിലായി പോയി. എവിടെ അക്കൗണ്ടേ നമ്മൾ ബ്ലോക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ വരുന്നത് നിനക്ക് അസുഖമാണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പറ്റുമോ ഈ വീഡിയോ കാണുമ്പോഴേ? എവിടെ കുരുവില്ല, എവിടെ ഞാൻ അടുത്ത ശ്രമിച്ചോണ്ടിരിക്കണം മച്ചാനെ. ഇനിയിപ്പോ നോക്കി കഴിഞ്ഞപ്പോ ഇതിപ്പോ ഇപ്പൊ മാനമരിയായിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പൊ ഇവള് ഇട്ടിക്കണത്. ഇത് നമ്മളെ ഈ പ്രേക്ഷകരെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അണ്ണാക്കി കൊടുക്കണേണ് രേണുസുതി. കാരണം ഇപ്പൊ അവള് ഒരുമാതിരി സൈലന്റ് ആട്ടുന്നത് ഇങ്ങനത്തെ അവളെ മറ്റേ ഒട്ടിച്ചുള്ള സാധനത്തിലൊക്കെ ഞാൻ തട്ടിയും പിന്നെ അവളെ മാനന്മാരായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവളിപ്പോ ഇതായിട്ടിരിക്കണ ജനങ്ങളെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി. ജനങ്ങൾക്ക് അറിയാതെ, ജനങ്ങൾക്ക് സഹായിച്ചവർക്ക് തന്നെ കോഴികൾക്ക് അറിഞ്ഞൂടല്ലോ. ഇവിടെ സപ്പോർട്ട് ചെയ്യണ അല്ല, മാനന്മാരായിട്ടുള്ള ആൾക്കാരല്ലല്ലോ സപ്പോർട്ട് ചെയ്യണം, ഈ കോഴികളല്ലേ. നമ്മളെ ഈ കോഴികളാണ് ഇവള് കയ്യിലെടുക്കണേ. അപ്പൊ ഇവളിങ്ങനെ ഇങ്ങനെയൊക്കെ സഹമായിട്ടൊക്കെ നല്ല മാനമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു 4-5 വീഡിയോ ചെയ്യുമ്പോ പിന്നെയും കോഴികൾ ഇതൊക്കെ അങ്ങ് മറന്ന് കോഴികൾ അങ്ങ് ഓടിയെത്തും. ഇവള് ഫസ്റ്റ് കോഴിക്ക് തീറ്റയിട്ട് കൊടുക്കുന്നതാണ്. മനസ്സിലായി? ഇപ്പൊ നമ്മളിപ്പോ നെല്ല് ഇവിടെ അല്ല, നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി പത്തായത്തിലുണ്ടെങ്കിൽ എലി 3-6 വരും. അതേപോലെയാണ് ഈ കോഴികള്, അവളെ സപ്പോർട്ട് ചെയ്യണ കോഴികള്. അപ്പൊ ഇവൾ ഇങ്ങനെ കാണിച്ചിട്ട് കുറച്ച് ദിവസം അപ്പൊ ഇപ്പൊ ആൾക്കാരുടെ ഇങ്ങനെ കാണിക്കാൻ അവളെ കൊണ്ട് പറ്റുള്ളൂ. മോശം മാനമരായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇപ്പൊ അവള് വീടിച്ചേണ. ഒരു മാസം കൂടെ കഴിഞ്ഞു നോക്കട്ടെ, ഇവളെ ആദ്യത്തെ തുടയും പൊക്കളും കാണിച്ചിട്ട് അടുത്ത റീൽസ് തുടങ്ങും. പിന്നെ ഇവള് ഉണ്ടാക്കി അടുത്ത അവളെ എന്തെങ്കിലും തിരിമുറയും തട്ടിപ്പുകളൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ അവള് പറഞ്ഞാൽ ഇവക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വലിയ പൈസ, ഇവക്ക് അത്യാവശ്യത്തിന് ഓരോരുത്തർ പൈസകളൊക്കെ കൊടുക്കുന്നുണ്ട് മച്ചാനെ, അത്യാവശ്യ സഹായമുണ്ട്. ഇവളെ ഞാൻ പറയാം, എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നേ കുഴപ്പമില്ല, ഇവളെക്കാട്ടിയും കഷ്ടത്തിലും ദുഃഖത്തിലും ഈ രേണുസുതിയെക്കാട്ടിയും കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഈ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് RCC അവിടെ ഒരു നേരത്തെ ആഹാരം മാറ്റി കൊടുക്കടാ, നിന്റെയൊക്കെ കുടുംബത്തിന് ദൈവം പുണ്യം തരും. കാര്യം വെച്ചാൽ തിരുവനന്തപുരം RCC കിടക്കുന്ന പൊടി പിള്ളേര് ഒരു നേരത്തെ ആഹാരം പോലും അവർക്ക് വാങ്ങിച്ച് കഴിക്കാൻ നിവർത്തിയില്ലാതെ എത്ര പേര് മുണ്ടുറുക്കി അവിടെ മുണ്ട് ഇറുക്കി മുറുക്കി ഉടുത്താണ് അവിടെ കിടക്കുന്നത്. അവർക്കൊക്കെ കൊണ്ട് സഹായത്. അപ്പൊ നിന്റെയൊക്കെ കുടുംബത്തിന് അല്ലേ, നിങ്ങളൊക്കെ കുടുംബത്തിന് പുണ്യം കിട്ടും. എവളൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നിന്റെയൊക്കെ മൊത്തം ഇതാണ്. എന്താ പറയാ? തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഞാൻ പറയാനൊന്നുമില്ല, ഈ കാണിക്കുന്നത് ശുദ്ധ പോക്കർത്തന്നെ പറയാനുള്ളൂ. സത്യം മച്ചാനെ, നമുക്കിനിയിപ്പോ വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ബാഡ് കമന്റ് ഇട്ടാലും നമുക്ക് വിഷയമല്ല. കാരണം പറയുമ്പോഴേ നമ്മൾ ഈ പറയുന്ന കാര്യം ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ എന്തിനാ പറയാ, വേണുസുതിക്ക് ഒരു നടുവെറലുകൊണ്ടൊരു വേണ്ട നമസ്കാരം കൊടുക്കട്ടാ, ഇതെന്റെ ഇഷ്ടം പോലെ. എന്നാ പിന്നെ വേണുസുതിക്ക് ഒരു നടുവെറല് നമസ്കാരം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞല്ലോ അതിന്റെ പേര്. ഓക്കെ.